ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനു വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, നിലവിൽ കൈരളി ന്യൂസിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ വളരെ കൃത്യമായി തന്നെ രഞ്ജിത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന നടി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതിനെതിരെ നിയമ പോരാട്ടം തന്നെ നടത്തും. ഒരിക്കൽ സത്യം പുറത്തു വരും. പിന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, തന്നെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് LDF സർക്കാരിനെയാണ് ഇത്തരക്കാർ ചില മാധ്യമങ്ങളടക്കം ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. അത് വളരെ ന്യായമാണ്, മാധ്യമങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യവുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ചെന്ന് കയറുക, ഇടിച്ചു കയറുക, അതിക്രമിച്ച് കയറുക എന്ന് പറയുന്നത് ശരിയല്ല. ആരോപണം ഉയർന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രതിയാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തൊക്കെയാണ് അദ്ദേഹം പിന്നെ മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത്? മനു. വളരെ പ്രധാനമായും സുജി പറഞ്ഞതുപോലെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നതാണ് പോയ സമയത്ത് ഏറ്റവും വലിയ ബ്രേക്കിംഗ് വാർത്ത. നമ്മളിലൂടെയാണ് ആ ശബ്ദ സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിയത്, പുറം ലോകത്തേക്ക് എത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തുടക്കം മുതലെടുക്കാം. അദ്ദേഹം ആദ്യം പറയുന്നത് താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതല ഏറ്റെടുത്ത നിമിഷം മുതൽ തന്നെ ഒരു സംഘം ആളുകൾ ഇത്തരത്തിൽ തനിക്കെതിരെ ചില കഥകൾ മെനയാനും വാർത്തകൾ മെനയാനും ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ആരോപണം വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് എത്തുന്നത്. ഈ ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയിൽ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാനുണ്ടായ കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. തന്റെ പേരിൽ ഇത്തരത്തിലൊരു ആരോപണം വരുന്നു. അപ്പോൾ തന്നെ മുൻനിർത്തി സർക്കാരിനെതിരെയും സർക്കാരിനെ നയിക്കുന്ന CPIM പാർട്ടിക്കെതിരെയും വാർത്തകൾ ചമയ്ക്കാനും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും വലിയ ശ്രമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ പദവിയിൽ നിന്ന് രാജിവെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെച്ചുകൊണ്ട് ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം. അതിന് സത്യം പുറത്തു വരാൻ അധികം കാത്തു നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വളരെ വേഗത്തിൽ തന്നെ പുറത്തു വരും. പക്ഷേ ആ കാലയളവിൽ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജി നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തിയതാണ്. അതായത് ഇന്നലെ മുഴുവൻ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന്റെ വീടിന്റെ പുറത്ത് മാധ്യമപ്രവർത്തകർ തമ്പടിക്കുകയും വാർത്തകൾ അവിടുന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസിലേക്ക് കടന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. വളരെ വ്യക്തമായി പറയുന്നു, ഈ ശബ്ദ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പ്രേക്ഷകരോട് പറയുന്നുണ്ട്, ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മാധ്യമങ്ങളോട് സംസാരിക്കാനില്ല എന്നും പറഞ്ഞു വെക്കുന്നു. ഇവിടെ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ശ്രീലേഖ മിത്ര എന്ന് പറയുന്ന ബംഗാളി ചലച്ചിത്ര നടി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച നിമിഷം മുതൽ തന്നെ അത് സർക്കാരിനെതിരെ തിരിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ രാജി ഉണ്ടായ അവസരത്തിലും അത് സർക്കാരിനെതിരെ തിരിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ആ വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ പോലും ഒരു മന്ത്രിയും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആരും രഞ്ജിത്തിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല. സിജു പറഞ്ഞതുപോലെ ആരോപണം ഉയർന്നാൽ മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ല. സ്വാഭാവികമായും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളുണ്ട്, അത് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, ഈ ആരോപണം തെറ്റാണ്, അത് തെളിയിക്കാൻ കഴിയുമെന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗം, അദ്ദേഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശം. നമ്മുടെ മുൻപിലുള്ള പ്രശ്നം, ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെ ഏത് രീതിയിൽ ആക്രമിക്കാനും അല്ലെങ്കിൽ CPIM എന്ന പാർട്ടിയെ ആക്രമിക്കാനും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ഈ തുടർച്ചയായിട്ടുള്ള കഴിഞ്ഞ 2 ദിവസങ്ങളിലെ മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് വിവാദങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു മാധ്യമങ്ങൾ ചെയ്തത്. ഇന്നും അത് തന്നെയാണ് ചില മാധ്യമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് രഞ്ജിത്തിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ രംഗത്ത് വന്നു എന്നതാണ് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലും പിന്തുണയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. സർക്കാർ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ പരാതികൾ വന്നാൽ തീർച്ചയായും നടപടി ഉണ്ടാകും. അത് ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്.